ഹാപ്പി ടൈംസിൻ്റെ പുതിയൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെന്നൊക്കെ പറയുന്നത് നമുക്കൊരു ചായയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും സന്തോഷമായും സമാധാനമായി ഇരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന സമയങ്ങളൊക്കെ എത്രത്തോളം മനോഹരമാക്കി തീർക്കാൻ നമ്മൾ ശ്രമിക്കണം. കാരണം നമ്മുടെ ആയുസ്സിൻ്റെ ഓരോ ദിവസവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കിട്ടുന്ന സമയത്തൊക്കെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കി അവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാതെ നമ്മുടെ ജീവിതം അത് എത്രത്തോളം മനോഹരമാക്കി തീർക്കാമെന്ന് മാത്രം നമ്മൾ നോക്കുക. അപ്പോൾ നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളെ തേടി വരുന്ന ഒന്നല്ല, നമ്മൾ കണ്ടെത്തുന്നതാണ്. നമ്മളിൽ തന്നെയാണ് നമ്മുടെ സന്തോഷം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ദോശയും കടലക്കറിയായിരുന്നു. അതൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ മുറ്റം തൂക്കാൻ ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ മുറ്റത്ത് എങ്ങനെയുണ്ട്, ഇത് ആപ്പിൾ ചാമ്പ, മാവ്, കുറച്ച് മരങ്ങളൊക്കെ നിൽപ്പുണ്ട്. അതൊക്കെ നല്ലതായിട്ട് തളിർത്ത് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇല പൊഴിയുന്ന ഒരു സമയമാണ്. അപ്പോൾ മുറ്റത്തൊക്കെ ധാരാളം ഇലകളൊക്കെ വീണ് കിടപ്പുണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ ഒരു ദിവസത്തെ എല്ലാ വിശേഷങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് കൂടും. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ എപ്പോഴും മുറ്റം അടിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കുഞ്ഞുങ്ങളെയൊക്കെ സ്കൂളിൽ വിടേണ്ട ദിവസമാണെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെ ഒരുമാതിരിപ്പെട്ട ജോലികളൊക്കെ ഒതുങ്ങിയതിന് ശേഷമായിരിക്കും മുറ്റം അടിക്കാൻ ഇറങ്ങുന്നത്. കാരണം രാവിലെയൊക്കെ നല്ല തണുപ്പും അതുപോലെ തന്നെ മഞ്ഞും ഒക്കെ ഉള്ള ഒരു ടൈമാണ്. അപ്പം തണുപ്പിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് വെയിലൊക്കെ ആയിട്ടാണ് മുറ്റം അടിക്കാൻ ഇറങ്ങുന്നത്. ഈ മുറ്റം തൂപ്പ് എന്നൊക്കെ പറയുന്നത് ഞാൻ ഒരുപാട് ആസ്വദിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. മറ്റൊന്നുമല്ല, ഒരുപാട് മണലുകളൊക്കെയുള്ള മുറ്റം. ഇപ്പോൾ അങ്ങനെ ഒരുമാതിരിപ്പെട്ട വീടുകളിലൊന്നും മുറ്റത്ത് മണലില്ല, എല്ലാവരും മറ്റേ കട്ട പാകുകയാണല്ലോ. അപ്പോൾ ഇവിടെ മുറ്റത്ത് ധാരാളം മണലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നിരത്തി തൂക്കുക എന്ന് പറയുന്നതൊക്കെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് തുണി നമുക്ക് മടക്കാൻ ഉണങ്ങിക്കിടപ്പുണ്ടായിരുന്നു. അതൊക്കെ മടക്കി വെക്കണം. അതുപോലെ തന്നെ അലക്കാനും ഒരുപാടുണ്ടായിരുന്നു. അലക്കിയതൊക്കെ കൊണ്ട് നമുക്ക് വിരിച്ചിടണം. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് അവധിയുള്ള ഒരു ദിവസമായിരുന്നു. അവരും എന്നെ സഹായിക്കും തുണി മടക്കാനും. അതുപോലെ തന്നെ ഞാൻ ബക്കറ്റിൽ നിന്നൊക്കെ എടുത്ത് തരും ഇങ്ങനെ വിരിച്ചിടാൻ വേണ്ടിയിട്ടൊക്കെ അവർ സഹായിക്കും. അതുപോലെ ഈ ഉണങ്ങിയ തുണിയെല്ലാം മടക്കി വെക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു ജോലിയാണ്. കാരണം ഈ കുഞ്ഞുങ്ങളുടെ നമ്മുടെ എല്ലാവരുടെയും ഉണ്ടല്ലോ ഈ ഡ്രസ്സുകളെല്ലാം ഇരിക്കേണ്ട സ്ഥലങ്ങളിൽ അതാത് സ്ഥലങ്ങളിൽ നല്ല വൃത്തിയായി മടക്കി വെക്കുക. അതെനിക്കിഷ്ടം. എപ്പോഴും നീറ്റായിരിക്കണം. പക്ഷേങ്കിൽ എനിക്കത് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എന്നെപ്പോലുള്ള വീട്ടമ്മമാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പക്ഷേങ്കിൽ ഈ ഒരു വിനോദേട്ടൻ വീട്ടിലുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങളെല്ലാം നല്ല നീറ്റായിട്ട് മുന്നോട്ട് പോകും. കാരണം വിനോദേട്ടന് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഒരുപാട് സപ്പോർട്ട് ചെയ്യുകയും നമ്മളെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കപ്പ വേവിക്കണം, അതുപോലെ തന്നെ കോഴി സെറ്റാക്കണം. അപ്പോൾ നമുക്കിവിടെ കപ്പ വേവിക്കുന്നത് ഇങ്ങനെയാണ്. കാരണം അരിഞ്ഞിടാറില്ല, ഇങ്ങനെ കൊത്തിയിടുകയാണ്. അപ്പം എൻ്റെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ളത് ഏത് കപ്പയാണേലും അരിഞ്ഞാണ് വേവിക്കാറുള്ളത്. എന്നെ കല്യാണം കഴിച്ച് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് കപ്പ ഇങ്ങനെ വേവിക്കുന്നത് കാണുന്നത്. എന്നെ സംബന്ധിച്ച് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡായി തോന്നി. കാരണം ഇങ്ങനെ വെറുതെ അങ്ങ് കൊത്തിയിട്ടാൽ മതിയല്ലോ. നമ്മൾ അരിയുകയാണെങ്കിൽ അതൊരേ ഇതിൽ നല്ല എന്താ പറയുന്നത്, അതിനൊരു കഴിവ് തന്നെ വേണം. എൻ്റെ അമ്മയൊക്കെയാണ് നന്നായിട്ട് അരിയുമേ ഇങ്ങനെ കപ്പ. അപ്പോൾ അത് കണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ്. എന്നെയും കൊണ്ട് അത് പറ്റത്തില്ല. എന്തായാലും എനിക്ക് ഇങ്ങനെ കപ്പ വേവിച്ചാൽ മതിയല്ലോ, അരിയേണ്ട കാര്യം വരുന്നില്ല. അപ്പോൾ നമ്മൾ കപ്പയൊക്കെ നന്നായിട്ട് കൊത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കോഴി കഴുകിയൊക്കെ വെച്ചു. അതിനുശേഷം അതിലേക്ക് ഇടാനും കുറേ കൊച്ചുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതൊക്കെ നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മിക്കപ്പോഴും നമ്മൾ കോഴിയൊക്കെ കറി വയ്ക്കുമ്പോഴേ എപ്പോഴും ഇങ്ങനെ ഉള്ളിയൊക്കെ വഴറ്റി കടുവൊക്കെ വറുത്ത് ഉള്ളിയൊക്കെ വഴറ്റി അതിലേക്ക് ഇറച്ചിയുമൊക്കെ ഇട്ട് വഴറ്റി അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. പക്ഷേ ഇന്ന് ഞാൻ കുറച്ച് പഴയ രീതിയിലായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചേ. കാരണം നമ്മൾ
കോഴിയൊക്കെ കഴുകി വെച്ചു. അതിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി ഉണ്ടെങ്കിൽ മസാലപ്പൊടി ഇടാം. എനിക്കിവിടെ മസാല ഞാൻ അരച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മസാല, ഇഞ്ചി, വെളുത്തുള്ളി ഇവയൊക്കെ അരച്ച പേസ്റ്റ്, അതുപോലെ തന്നെ ഉപ്പ് ഒക്കെ ഇട്ട് നന്നായിട്ട്, പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി, ഇതെല്ലാം ഇട്ട് ഒന്ന് നന്നായിട്ട് സെറ്റാക്കിയിട്ട് അതിന് വേണ്ടുന്ന അരപ്പ്, അതിപ്പോൾ ഞാനിപ്പോൾ അരപ്പിൻ്റെ അളവൊന്നും ഇവിടെ പറയുന്നില്ല. അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള മുളക്, മല്ലി ഇതൊക്കെ എൻ്റെ കൈയളവാണ്. അല്ലാതെ ഇതൊക്കെ എത്ര സ്പൂൺ വേണമെന്നൊന്നും പറയാൻ എനിക്കറിയത്തില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തു. എന്നിട്ട് അത് നമ്മുടെ ഇറച്ചിയിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ ഇറച്ചിയിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് വേഗം വെക്കാം. കാരണം നമ്മൾ അതിനകത്തിലേക്ക് ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. കോഴി ആയതുകൊണ്ട് തന്നെ അത് ഒരുവിധം വേകുമ്പോഴേക്കും അതിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് കപ്പ വേകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്കുള്ള മസാല എടുക്കണം. അരപ്പ് തയ്യാറാക്കാനായിട്ട് നമ്മൾ കാന്താരി, കൊച്ചുള്ളി, നമ്മുടെ ചുമന്നുള്ളി, തേങ്ങ, മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ്. അപ്പം ഞാൻ നമ്മുടെ വീട്ടിൽ കഴിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ കപ്പയ്ക്ക് നമ്മുടെ അവിടെയൊക്കെ ചേർക്കുന്നത് ജീരകം, വെളുത്തുള്ളി, തേങ്ങ, മഞ്ഞൾപ്പൊടി ഇതൊക്കെയാണ്. പക്ഷേങ്കിൽ ഇവിടെ ഇവർ ജീരകവും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഒന്നും ഉപയോഗിക്കാറില്ല. അത് ചക്കയ്ക്ക് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ജീരകവും വെളുത്തുള്ളിയൊക്കെ അരയ്ക്കുന്ന കപ്പ തന്നെയാണ് ഇഷ്ടം. കാരണം നമ്മൾ കൊച്ചിലേ മുതൽ ആ ഒരു രുചിയാണല്ലോ നമ്മുടെ നാവിൻ തുമ്പിൽ നിൽക്കുന്ന നമ്മൾ കഴിച്ചിട്ടുള്ളത്. അപ്പം പിന്നെ ഇതിനോടും പൊരുത്തപ്പെട്ട് തുടങ്ങി. കാരണം നമുക്ക് ഇതൊക്കെയാണല്ലോ ഇനി മുന്നോട്ടുള്ള നമ്മുടെ ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പെൺകുട്ടികൾ പൊതുവേ അങ്ങനെയാണ്. നമ്മുടെ വീട്ടിലെ ടേസ്റ്റുകളും കാര്യങ്ങളും ഒന്നും ആയിരിക്കില്ല നമ്മൾ വരുന്ന ഒരു വീടുകളിൽ. അപ്പം നമ്മൾ പിന്നെ വീണ്ടും ആ വീട്ടിലെ രുചിയും കാര്യവുമായിട്ട് മുന്നോട്ട് നല്ലതായിട്ട് പോവുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഇവിടെ നമ്മുടെ കപ്പ അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. കെട്ടിച്ചു വിട്ട പെൺകുട്ടികൾ സ്വന്തം വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആദ്യം ചെന്ന് കയറുന്നത് അവരുടെ അടുക്കളയിൽ തന്നെ ആയിരിക്കും അല്ലേ? അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ, എന്നെപ്പോലെ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം അവിടുത്തെ ആ ഒരു മണവും രുചിയും ഒരിക്കലും നമ്മുടെ നാവിൻ തുമ്പിൽ നിന്ന് പോകില്ല. എത്ര വലിയ 5 സ്റ്റാർ ഹോട്ടലുകളിൽ കയറി ഏതൊക്കെ ടേസ്റ്റിലുള്ള ആഹാരം കഴിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ കൊച്ചിലേ നമ്മൾ കഴിച്ചു പഠിച്ച ആ രുചിയും മണവും ഒക്കെ തന്നെയാണ് നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു ഇതെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ എന്നെപ്പോലുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നമ്മളിവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതുകൊണ്ട് വിനോദേട്ടനും കുഞ്ഞുങ്ങളും താഴെ നിന്ന് കാപ്പിക്കുരു പറിക്കുന്നുണ്ട്. ഞാൻ ചെല്ലുമ്പോഴത്തേന് കാപ്പിക്കുരുവൊക്കെ അവർ പറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരുപാട് പൊക്കം വെക്കാത്ത ഒരിനം കാപ്പിയാണ്. അപ്പോൾ അതൊക്കെ പറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അപ്പുറത്ത് കുറേ പറമ്പുണ്ട്. അപ്പോൾ അവിടെ ധാരാളം കാപ്പിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊരിക്കലും കാപ്പിപ്പൊടിയൊന്നും വെളിയിൽ നിന്ന് മേടിക്കാറില്ല. നമുക്ക് കാപ്പിക്കുരു ഉള്ളത് കൊണ്ട് തന്നെ അതൊക്കെ പൊടിച്ചിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്. പിന്നെ വേറൊരു സംഭവം കാണിച്ചു തരാമേ. ഇതേ നമ്മുടെ പറമ്പിൽ നിൽക്കുന്ന ഒരു മരമാണ്. ഇത് നമ്മൾ ഒരു 10-12 വർഷമായി നമ്മൾ ഇടുക്കിയിൽ നിന്ന്, കട്ടപ്പനയിൽ നിന്നൊക്കെ കൊണ്ടുവന്നതാണ്. അപ്പോൾ അവിടെയൊക്കെ ഇത് റോഡ് സൈഡിലൊക്കെ ധാരാളം തേയിലത്തോട്ടത്തിൻ്റെയൊക്കെ നടുവിലിങ്ങനെ ഉണ്ടായി നിൽക്കുന്നതാണ്. നല്ല ഭംഗിയാണ്. ഇതിൻ്റെ പൂവ് ഈ ഒരു കളറാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പൂവ്. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ തീരുകയാണ്. ഒരുപാട് വിശേഷങ്ങളുണ്ട്. എല്ലാം ഒന്നും ഉൾപ്പെടുത്താൻ നമുക്ക് സാധിക്കില്ല. വീഡിയോയുടെ ലെങ്ത് കൂടും. അപ്പോൾ പുതിയ നല്ല വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം.